കൊടുങ്കുറ്റവാളിയെ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കുന്നതിനായി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ കാലാവധി നീട്ടി 3 മാസത്തേക്കാണ് വീണ്ടും കാലാവധി ദീർഘിപ്പിച്ചത്. ജയിൽ സുരക്ഷ ശക്തമാക്കാനും ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനമുണ്ട്. കൊടുംകുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ നിലവിൽ വന്ന വിദഗ്ധ സമിതിയുടെ കാലാവധിയാണ് വീണ്ടും നീട്ടിയത്. കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതരുടേത് ഗുരുതരമായ വീഴ്ചയാണെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ സമിതി തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. 6 മാസമായിരുന്നു വിദഗ്ധ സമിതിയുടെ കാലാവധി ആദ്യം നിശ്ചയിച്ചിരുന്നത്. പിന്നീട് 3 മാസത്തേക്ക് കൂടി നീട്ടി നൽകുകയും ചെയ്തു. ഇതിനിടെ തന്നെ ജയിലിനകത്തെ ഗുരുതര വീഴ്ചകൾ സമിതി കണ്ടെത്തുകയും ചെയ്തു. ജയിൽ ചാട്ടത്തിനിടയാക്കിയ സാഹചര്യങ്ങളും ജയിലിലെ പൊതുവായ അവസ്ഥകളും ഉൾക്കൊള്ളിച്ച് സർക്കാരിന് സമിതി റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ആഭ്യന്തര വകുപ്പ് കമ്മീഷന് 3 മാസം കൂടി കാലാവധി ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലാകും വിദഗ്ധ സമിതി ഇനി വിശദമായ റിപ്പോർട്ട് കൈമാറുക. സമഗ്രമായ ജയിൽ പരിഷ്കരണമാണ് ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ജയിലിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളാണ് ഇന്ന് യോഗത്തിൽ ഉയർന്നു വന്നത്. അതുപോലെ ജയിൽ മാനുവൽ പരിഷ്കരണം, അതുപോലെ ജയിൽ റൂൾസിലെ പരിഷ്കരണം, ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് അത് പ്രത്യേകമായി ടേക്കപ്പ് ചെയ്യാനും തീരുമാനിച്ചു. ന്യായമായ തടവുകാർക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ് ഈ അവധി എന്ന് പറയുന്നത്. അത് കൊടുക്കേണ്ടി വരും. പക്ഷേ അനാവശ്യമായി രാഷ്ട്രീയ കാരണങ്ങളാൽ അവധി കൊടുക്കുകയും പരോളുകൾ നീട്ടിക്കൊണ്ടു പോകുകയും ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടാവില്ല. ഇതോടൊപ്പം ജയിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനും ആഭ്യന്തര വകുപ്പ് നീക്കം തുടങ്ങി. ജയിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആഭ്യന്തരമന്ത്രി ഇതിനിടെ ജയിൽ ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. ജയിൽ നിയമങ്ങളും മാനുവലും പരിഷ്കരിക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. ജയിലിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ സംവിധാനമൊരുക്കുന്നതിനുള്ള കർശന നിർദ്ദേശങ്ങളും ആഭ്യന്തര വകുപ്പ് കൈമാറിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.